വിവാഹശേഷമുള്ളത് പ്രണയവും അതിന് മുമ്പുള്ളത് മതിഭ്രമവും ആണെന്ന പൊതുവൽക്കരണം ശരിയാണോ? വിവാഹത്തിന് മുമ്പും യഥാരൂപത്തിൽ പ്രണയിച്ചുകൂടെ? സത്യത്തിൽ മതിഭ്രമം എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് മുൻപും ശേഷവും ഉണ്ടാകാവുന്നതാണ്. വിവാഹത്തിന് ശേഷവും ചിലപ്പോൾ മതിഭ്രമം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. പ്രണയത്തിലൂടെയുള്ള വിവാഹമാണെങ്കിൽ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ മതിഭ്രമം കുടുംബത്തിൽ ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. എന്നാൽ വിവാഹത്തിന് മുൻപ് യഥാരൂപത്തിലുള്ള പ്രണയം സാധ്യമല്ലേ? ഇവിടെ ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച മനുഷ്യൻ്റെ ശരീരവും മനസ്സും ഈ കാര്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ആ ചോദ്യത്തിന് ഉത്തരമാകൂ. ഒരാളെ കാണുമ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ആകാര സൗഷ്ഠവം അയാളുടെ മനസ്സിൽ ഇഷ്ടം, ലസ്റ്റ്, ഇച്ഛ സൃഷ്ടിക്കുന്നു. പെണ്ണ് ഇയാൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു എന്ന ബോധമുണ്ടാകുമ്പോൾ അവളിലും ഇഷ്ടമുണ്ടാകുന്നു, ഇച്ഛയുണ്ടാകുന്നു, ലസ്റ്റ് ഉണ്ടാകുന്നു. അടുത്ത ഘട്ടം ആകർഷണത്തിൻ്റേത്. ആകർഷണത്തിൻ്റെ ഘട്ടത്തിലാണ് മതിഭ്രമത്തിലേക്ക് ആളുകൾ വീണു പോവുക. ആകർഷണത്തിൻ്റെ ഘട്ടത്തിലാണ് വിശേഷിച്ചും സ്ത്രീകൾ മതിഭ്രമത്തിന് അടിമകളായിത്തീരുക. പുരുഷന്മാരും അങ്ങനെയാകാറുണ്ട്. പക്ഷേ പുരുഷൻ്റെ മനഃശാസ്ത്രം, ലൈംഗിക മനഃശാസ്ത്രം അവൻ്റെ ശരീരശാസ്ത്രത്തിന് അനുസൃതമാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം സംതൃപ്തമായ ഒരു ശാരീരിക ബന്ധം നടക്കണമെങ്കിൽ സ്ത്രീയോട് സ്നേഹമോ ഇഷ്ടമോ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സ്ത്രീ ശരീരത്തിൻ്റെ ദൃശ്യം തൻ്റെ തലച്ചോറിൽ ഇഷ്ടം സൃഷ്ടിച്ചാൽ മതി. എന്നാൽ പെണ്ണിന് അങ്ങനെയല്ല. സ്ത്രീക്ക് അവൾക്ക് സംതൃപ്തമായ ശാരീരിക ബന്ധം നടക്കണമെങ്കിൽ തന്നെ അവളുടെ മനസ്സിൽ ഇവൻ പ്രതിഷ്ഠിക്കപ്പെടണം. തൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ട വ്യക്തി താനുമായി സല്ലപിക്കുകയും തൻ്റെ ശരീരത്തെ സ്പർശിക്കുകയും ചെയ്യുമ്പോഴാണ് പുരുഷന് ഒരു സ്ത്രീയുടെ സൗന്ദര്യം കാണുമ്പോൾ ഏത് രൂപത്തിലുള്ള ശാരീരിക മാറ്റമാണോ ഉണ്ടാകുന്നത് ആ രൂപത്തിലുള്ള ശാരീരിക മാറ്റം പെണ്ണിൽ സൃഷ്ടിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ ഇവിടെ സംഭവിക്കുന്നത് രണ്ടുപേരും ആകർഷണത്തിൻ്റെ സമയത്ത് രണ്ട് രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുന്നത്. പെണ്ണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക തന്നെ പുരുഷൻ്റെ മനസ്സിൽ ശക്തമായി പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയാണ്. അത് പെണ്ണിൻ്റെ ശരീരശാസ്ത്രവും മനഃശാസ്ത്രവും അങ്ങനെയാണ്. പുരുഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക തനിക്ക് എങ്ങനെയെങ്കിലും പെണ്ണിനെ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ്. ഇത് രണ്ടും രണ്ട് റിഥത്തിൽ, രണ്ട് തരത്തിൽ, രണ്ട് താളത്തിൽ നടക്കുന്ന പ്രക്രിയകളാണ്. ഈ താളത്തിൽ നടക്കുന്ന പ്രക്രിയകൾ ആണ് യഥാർത്ഥത്തിൽ മതിഭ്രമത്തിന് കാരണമായി ഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ വിവാഹപൂർവ പ്രണയത്തിൽ എവിടെയെങ്കിലും ശാരീരിക ബന്ധമുണ്ടാകുന്നതോടുകൂടി ആ ശാരീരിക ബന്ധത്തോടു കൂടി തന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആകർഷണം എന്തിനു വേണ്ടിയായിരുന്നുവോ അതിൻ്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞു. അവിടെ മുതലാണ് യഥാരൂപത്തിൽ പെണ്ണിനെ മനസ്സിൽ പെണ്ണ് പുരുഷനെ പ്രതിഷ്ഠിച്ചതുപോലെ, പെണ്ണ് പുരുഷനെ ആകർഷണത്തിൻ്റെ കാലത്ത് പ്രതിഷ്ഠിച്ചതുപോലെ പെണ്ണിനെ പുരുഷൻ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ ആരംഭിക്കുന്നത്. പലപ്പോഴും
പ്രേമകാലത്ത് നടക്കുന്ന വിവാഹപൂർവ ശാരീരിക ബന്ധങ്ങളിൽ നല്ലൊരു ശതമാനവും പരാജയമായിരിക്കും. അതിനൊരുപാട് സാഹചര്യ കാരണങ്ങളുണ്ട്. ആ പരാജയം ഇച്ഛയെ പിന്നോട്ട് വലിക്കും. താൻ എന്തിനു വേണ്ടിയായിരുന്നുവോ ആകർഷണ വലയത്തിൽപ്പെട്ടത് അതിൻ്റെ പൂർത്തീകരണം സാധിക്കുകയും അത് വേണ്ട രൂപത്തിലുള്ള സംതൃപ്തി പ്രദാനം ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ ആകർഷണത്തിൻ്റെ തോതിൽ നിന്ന് പിന്നോട്ട് വരാൻ ആരംഭിക്കും അവൻ്റെ മനസ്സ്. പെണ്ണാകട്ടെ അവൾക്ക് ബന്ധമാണ് വലുത്, അഥവാ അവളുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത് നിലനിർത്തുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും അവൻ ആവശ്യപ്പെടുന്നത് നൽകുവാൻ സന്നദ്ധമായി കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുൻപുള്ള പ്രണയമെന്ന് പറയുന്നത് ശാസ്ത്രീയമായ ഭാഷയിൽ പറഞ്ഞാൽ ആകർഷണ കാലത്ത് നടക്കുന്ന പെണ്ണും പുരുഷനും ബന്ധത്തിന് വേണ്ടി നടത്തുന്ന അഥവാ അറ്റാച്ച്മെൻറ്റിന് വേണ്ടി നടത്തുന്ന പ്രക്രിയകളാണ്. ഇത് രണ്ടും മുന്നോട്ട് പോകുന്നത് രണ്ട് റിഥത്തിലായതുകൊണ്ട്, രണ്ട് താളത്തിലായതുകൊണ്ട് തന്നെ അത് ഒരിക്കലും തന്നെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള പ്രണയമാവില്ല. പെണ്ണിന് പുരുഷൻ്റെ നന്മകളെ കാണാൻ കഴിയൂ, പുരുഷന് പെണ്ണിൻ്റെയും നന്മകളെ കാണാൻ കഴിയും. അഥവാ യഥാർത്ഥ ബന്ധം നടക്കുകയാണെങ്കിൽ അതോടുകൂടി വിഷയം മാറി. ഇനി വിവാഹം തന്നെ നടക്കുകയാണെങ്കിൽ ആ വിവാഹത്തിന് ശേഷം ഏതൊക്കെ തരത്തിൽ ഉള്ള ബലിയാണോ തനിക്ക് വേണ്ടി വന്നത്, അല്ലെങ്കിൽ തനിക്ക് എന്തൊക്കെയാണോ ത്യജിക്കേണ്ടി വന്നത്, അതെല്ലാം തികട്ടി വരുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. ശാരീരിക ബന്ധം സൃഷ്ടിക്കുന്ന സംതൃപ്തിക്കപ്പുറത്ത് മാനസിക ബന്ധം സൃഷ്ടിക്കുന്ന സ്നേഹത്തിൻ്റെ പൂർണ്ണമായ തൃപ്തിയുണ്ടെങ്കിൽ മാത്രമാണ് വൈവാഹിക ദാമ്പത്യ ബന്ധം സംതൃപ്തമായ അനുഭവമായി തീരുക. ഇവിടെ താൻ കെട്ടിയിട്ടതുപോലെ പുരുഷനും സ്ത്രീക്കും തോന്നാൻ ആരംഭിക്കുന്നു. അതുകൊണ്ടാണ് അത്തരം ബന്ധങ്ങൾ പരാജയപ്പെടുന്നു എന്ന് പറയാൻ കാരണം. അപ്പം അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുൻപ് നടക്കുന്ന പ്രണയങ്ങളിൽ നല്ലൊരു ശതമാനവും അല്ലെങ്കിൽ മഹാഭൂരിപക്ഷവും യഥാർത്ഥത്തിൽ മതിഭ്രമം തന്നെയാണ്. വിവാഹത്തിന് ശേഷവും മതിഭ്രമം ഉണ്ടാകാം. ആ മതിഭ്രമം സ്വാഭാവികമായി പറഞ്ഞ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കും. മതിഭ്രമത്തിലാണ് പെണ്ണെങ്കിൽ അവൾ എന്നും ഭർത്താവിൻ്റെ പിതാവിനും മാതാവിനും സഹോദരങ്ങൾക്കുമെല്ലാം പ്രശ്നക്കാരിയാകും. തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെ. അവിടെ എല്ലാം തന്നെ യഥാർത്ഥത്തിലുള്ള സ്നേഹം ഖുർആൻ വിശദീകരിച്ചതുപോലെ നിങ്ങൾ അവർക്കും അവർ നിങ്ങൾക്കും വസ്ത്രമാകുന്ന പാരസ്പര്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ മാത്രമേ വൈവാഹിക ജീവിതം സംതൃപ്തമാകൂ, ലൈംഗിക ജീവിതം പോലും തൃപ്തി നൽകുന്നതാകൂ.